മണം ചേട്ടൻ എങ്ങനെ കിട്ടി? ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ മണം കിട്ടിയിട്ടില്ല. ചേട്ടൻ പറഞ്ഞു ഈ വീഡിയോ ചെയ്തതിൻ്റെ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ നിന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അടാർ സ്മെല്ല് തന്നെ കേട്ടോ. അത് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചത് എന്താണ് ഇതിൻ്റെ റേറ്റ് എന്ന്. അങ്ങനെ പുള്ളിയുടെ റേറ്റൊക്കെ പറഞ്ഞു. റേറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അടാർ സ്മെല്ല് ഒരു സെക്സ് അപ്പീലുള്ള പണം. ഒരു നമ്മളൊരു പാർട്ടിക്ക് പോയാലോ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ആരായാലും ഒന്ന് വാച്ച് ചെയ്യുന്നത് ആരാണെന്ന്. നമ്മുടെ ഒരു എപ്പിസോഡല്ല ഒരു ഭാഗമായിട്ട് തുടങ്ങിയിരുന്നു. ചാകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് പെർഫ്യൂംസ്, അതായത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ്. ഒരുപാട് പെർഫ്യൂംസ് കയ്യിലുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് തീർന്നു പോകരുത്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങണം എന്ന് എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ള കുറച്ച് പെർഫ്യൂംസ് ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടു നടക്കുന്ന വിരലിൽ എണ്ണാവുന്ന കുറച്ച് പെർഫ്യൂംസിലാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പെർഫ്യൂമാണ് സെർജ് ഓഫ് നാക്സോസ്. അത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല്, ഇതിൻ്റെ ഒരു സ്പ്രേ മൂക്കിൻ്റെ തുമ്പത്ത് തേച്ചിട്ടാണ് ഞാൻ കിടക്കുന്നത്. എനിക്ക് അത്രമാത്രം അഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു പെർഫ്യൂമാണ് സെർജ് ഓഫ് നാക്സോസ്. അത്രമാത്രം പ്രിയപ്പെട്ടതുമാണ് ഈ ഒരു പെർഫ്യൂം. ഇത് സെർജ് ഓഫിൻ്റെ തന്നെ വൺ ഓഫ് എ കൈൻഡ് പെർഫ്യൂം എന്ന് തന്നെ പറയാം. അവരുടെ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യപ്പെട്ട പെർഫ്യൂമാണ് സെർജ് ഓഫ് നാക്സോസ്. ഡെഫിനറ്റ് ആയിട്ട് ട്രൈ ചെയ്തേ പറ്റൂ. ആ ഒരു കാറ്റഗറി പെട്ട പെർഫ്യൂമാണ്. മരിക്കുന്നതിന് മുമ്പ് ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമുള്ള ഒന്നാണ് സെർജ് ഓഫ് നാക്സോസ്. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്നത് അതിൻ്റെ ടെസ്റ്റർ ബാച്ചാണ്, ഓൾഡ് ബാച്ചാണ്. ബോക്സ് ടെസ്റ്റർ ബോക്സ് ആണ്. ഇവിടെ നാക്സോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോഡ് വരുന്നത് 27425N. ഇതാണ് ബാച്ച് കോഡ് വരുന്നത്. പ്രത്യേകിച്ചൊന്നുമില്ല, ബോക്സിനെ കുറിച്ച് കാണിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ബോട്ടിൽ ഇതാണ് സെർജ് ഓഫിൻ്റെ ബോട്ടിൽ. താഴെ സെർജ് ഓഫ് നാക്സോസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ബാച്ച് കോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടെസ്റ്റർ ആയതുകൊണ്ട് നോട്ടും കാര്യങ്ങളും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയാം. ക്യാപ്പിന് ഭാരമുണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ക്യാപ്പാണ്. സെർജ് ഓഫിൻ്റെ ടിപ്പിക്കൽ ക്യാപ്പ് തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ സെർജ് ഓഫിൻ്റെ ലോഗോ കാണാം. ഇത്രയാണ്. ഇവിടെ ഒരു ആർട്ട് വർക്കും കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ബോട്ടിലിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ടോപ്പ് നോട്ട് വരുന്നത് ബെർഗാമോ ലെമൺ ലാവൻഡർ, മിഡിൽ നോട്ടിൽ ജാസ്മിൻ സാംബാക്ക്, പിന്നെ സിനമൺ ഹണി കാശ്മീരൻ, ബേസ് നോട്ടിൽ ടൊബാക്കോ ലീഫ്, യഥാർത്ഥ സ്മോക്കി ടൊബാക്കോ ലീഫാണ് വരുന്നത്. ടോങ്ക ബീൻസ്, വാനില ബീൻസ്. അപ്പോൾ ഇതൊരു ഫ്രഷ് ആണെന്ന് വെച്ചാൽ ഫ്രഷ് ആണ്, സ്വീറ്റ് ആണെന്ന് വെച്ചാൽ സ്വീറ്റ് ആണ്. ഡാർക്ക് അല്ല, സ്വീറ്റ് ഫ്രഷ് ടൊബാക്കോ പെർഫ്യൂം. അതായത് ടൊബാക്കോ പെർഫ്യൂം വാങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട പെർഫ്യൂമാണ്. കാരണം ഇതിൽ ചേർത്തിരിക്കുന്ന രണ്ട് നോട്ടും ഒരിക്കലും പരസ്പര ബന്ധമില്ലാത്ത നോട്ടാണ്. ഒന്ന് ടൊബാക്കോയും പിന്നെ ഒന്ന് ഹണിയും, ഒപ്പം ലാവൻഡറും. ടൊബാക്കോ, ഹണി, ലാവൻഡർ, അത് ചേരാത്ത നോട്ടുകൾ അല്ലെ. ടൊബാക്കോയും തേനും ലാവൻഡർ പൂക്കളുടെ മണവും, ഇത് മൂന്നും ഒരിക്കലും ബന്ധമില്ലാത്ത നോട്ടുകളാണ്. പക്ഷെ ഇത് ചേർന്ന് വരുമ്പോൾ കിട്ടുന്ന മണം ഞാൻ പറഞ്ഞ ഭയങ്കര അഡിക്റ്റീവ് ആയിട്ടുള്ളൊരു മണമാണ്. നിങ്ങളത് കളക്ഷനിൽ വെക്കേണ്ട ഒരു പെർഫ്യൂമാണ് സെർജ് ഓഫ് നാക്സോസ്. ഡെഫിനറ്റ് ആയിട്ട് വാങ്ങുക, എവിടെ കിട്ടിയാലും വാങ്ങുക. ട്രൈ ചെയ്യാതെ തന്നെ വാങ്ങേണ്ട സാധനങ്ങളൊന്നാണ് സെർജ് ഓഫ് നാക്സോസ്. എനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ട പെർഫ്യൂമാണ്. ഞാൻ ഇതിൻ്റെ ആദ്യകാലത്ത് ഇതിൻ്റെ ഒരു ചെറിയൊരു ഡീക്കൻറ്റ് വാങ്ങിയ സമയത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ് ഇത് വാങ്ങണം എന്നെനിക്ക് അതിയായ ആഗ്രഹം തോന്നിയ പെർഫ്യൂമാണിത്. ഇനി ട്രൈ ചെയ്തിട്ട് പറയാം. നല്ല സ്പ്രെയറാണ്. ടോപ്പ് നോട്ടിൽ കൂടുതലായിട്ട് കിട്ടുന്നത് ഹണി, തേനിൻ്റെ മണം, നല്ല ചെറുതേനിൻ്റെ മണം, തേനിൻ്റെ മണവും ലാവൻഡർ പൂക്കളുടെ മണവും, ഒപ്പം ടൊബാക്കോയും. സ്വീറ്റാണ്, തേനിൻ്റെ സ്വീറ്റ്നെസ്സും ടൊബാക്കോയുടെ അല്പം ഒരു റിച്ച് സ്മെല്ലും, പിന്നെ ലാവൻഡർ പൂക്കളുടെ മണവും, ഒപ്പം ജാസ്മിനും, അതോടൊപ്പം തന്നെ കാശ്മീരൻ പോലുള്ള ഒരു നോട്ടും ഒക്കെ ചേർന്ന് വരുന്നത്. ഓപ്പണിങ്ങിൽ ചെറിയൊരു ലെമൺ സിട്രസി സ്മെല്ലും ഉണ്ട്. ഇവിടെ മുഴുവനും ഇപ്പോൾ വളരെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലാണ് ഞാൻ ട്രൈ ചെയ്തത്. പക്ഷേ ഈ സ്ഥലം മുഴുവനും ആ ഒരു സെർജ് ഓഫ് നാക്സോസിൻ്റെ മണം കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കിട്ടുന്നത് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ ഹണിയുടെ നോട്ടും ടൊബാക്കോ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ ഉള്ള ഒരു പുകയില പോലെയുള്ള മണമല്ല, അല്ലെങ്കിൽ കത്തി അമരുന്ന അല്ലെങ്കിൽ കത്തി എരിയുന്ന ടൊബാക്കോയുടെ ഒരു കരിഞ്ഞ പുകഞ്ഞ മണമല്ല. പകരം ടൊബാക്കോ ലീഫാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നാച്ചുറൽ സ്വീറ്റ് ആയിട്ടുള്ള ടൊബാക്കോ സ്മെൽ, വളരെ സ്വീറ്റ് ആയിട്ടുള്ള ടൊബാക്കോ ലീഫിന്റെ മണവും, പിന്നെ ലാവൻഡർ പൂക്കളുടെ മണവും. അതുകൊണ്ട് തന്നെ ഒരു ഓഫീസ് ഫ്രണ്ട്ലി പെർഫ്യൂമും കൂടിയാണ്. ടൊബാക്കോ വളരെ പ്രൊമിനന്റ് അല്ല, പക്ഷെ കൂടുതലും കിട്ടുന്നത് ഹണി, തേനിന്റെ മണം. നമുക്ക് പെർഫ്യൂമിൽ കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവായിട്ടുള്ള നോട്ടാണ് തേനിന്റെ മണം. അത് ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതും ഒത്തിരി പ്രയാസമുള്ളതാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഒടുക്കത്തെ നാച്ചുറൽ സ്മെല്ലാണ്. തേനിന്റെ മണവും ലാവൻഡർ പൂക്കളുടെ മണവും, ഹെവൻലി സ്മെല്ല്. ലാവൻഡർ പൂക്കളുടെ മണവും, ഒപ്പം ഈ ടൊബാക്കോ ലീഫിന്റെ പച്ച ഗ്രീനറി ആയിട്ടുള്ള ഗ്രീനി സ്മെല്ല് ചേർന്ന് വരുന്നൊരു മണം. ഡിവൈൻ, ഫ്രഷ്, അഡിക്റ്റീവ്. നമുക്കിത് കളക്ഷൻ ഇല്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരിക്കും. അത്രേ ഉള്ളൂ. ഈ ഒരു പെർഫ്യൂം നിങ്ങളുടെ കളക്ഷനിൽ വെച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടമാണ്.
നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 10 ml എങ്കിലും നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തേ പറ്റൂ. ഇത് സെർജോഫിൻ്റെ ഇതുപോലൊരു മണം പിന്നീട് നിങ്ങൾക്ക് വേറൊരു പെർഫ്യൂമിന് കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ പോലും സംശയമാണ്. അത്രയ്ക്ക് യൂണീക്ക് ആയിട്ടുള്ള പെർഫ്യൂമാണ്. പല പെർഫ്യൂം ഇതിൻ്റെ ഇപ്പോൾ റേഹാൻ ഇറ്റാലിയ ഇതിൻ്റെ മണം കോപ്പി അടിച്ച് ഇറക്കിയെങ്കിലും ഞാൻ ആ ഒരു പെർഫ്യൂമിൻ്റെ കാര്യത്തിൽ പറയുകയും ചെയ്തു. ഇറ്റാലിയ ആ ഒരു കാര്യത്തിൽ വിജയിച്ചില്ല. റേഹാൻ സെർജോഫ് നാക്സോസ് ഇറക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ട ഒരെണ്ണമാണ്. അപ്പോൾ നാക്സോസിന് കൃത്യമായിട്ടുള്ള ഒരു ക്ലോൺ പ്രയാസമാണ്. കാരണം നാക്സോസിൻ്റെ എല്ലാ നോട്ടും അതേപടി ഇമിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിൻ്റെ വാങ്ങുന്നെങ്കിൽ ഒറിജിനൽ തന്നെ വാങ്ങുക. ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ കട്ട് ചെയ്തു, വേറെ ഒന്നുമല്ല. തൊട്ടടുത്ത് നിന്ന് ഒരു ചേട്ടൻ പെർഫ്യൂം എത്ര രൂപയാണെന്നും ഈ മണം കിട്ടിയിട്ട് ചോദിച്ചു. അപ്പം ആലോചിച്ച് നോക്കുന്നത് ഞാനൊരു വളരെ ഓപ്പൺ ആയിട്ടുള്ള വൈഡ് ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പം അപ്പുറത്ത് നിന്ന് ആൾക്ക് ഈ മണം കിട്ടി. അപ്പം റേറ്റ് ഇത്രയും വരെ ചോദിച്ചു. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ പെർഫ്യൂമിൻ്റെ ക്വാളിറ്റിയാണ്. മണം ചേട്ടൻ എങ്ങനെ കിട്ടി? ഞങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേട്ടൻ മണം കിട്ടിയിട്ടുള്ള ചേട്ടൻ പറഞ്ഞു. ഈ വീഡിയോ ചെയ്തതിൻ്റെ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഞാൻ നിന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു അടാർ സ്മെല്ല് തന്നെ കേട്ടോ, എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചത് എന്താണ് ഇതിൻ്റെ റേറ്റ് എന്ന്. അങ്ങനെ പുള്ളിയുടെ റേറ്റൊക്കെ പറഞ്ഞു. റേറ്റിനേക്കാൾ കൂടുതലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അതിൻ്റെ അടാർ സ്മെല്ല് ഒരു സെക്സ് അപ്പീലുള്ള പണം. നമ്മളൊരു പാർട്ടിക്ക് പോയാലോ ഇതൊക്കെ അടിച്ചുകൊണ്ട് പോകുന്ന ആരായാലും ഒന്ന് വാച്ച് ചെയ്യുന്നത് ആരാണെന്ന്. നമ്മളിടുന്ന ഡ്രസ്സിലോ അല്ലെങ്കിൽ മറ്റുള്ള നമ്മൾ സാധാരണയൊക്കെ ഈ സ്പ്രേ ഇങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്യുന്നതിനാ നമ്മളെ ബോഡിയുടെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ മാറാനും മറ്റുള്ള സ്പ്രേ ഇത് ചെയ്യുന്നത് മറ്റുള്ളവരെ ആകർഷിക്കാനും കൂടിയിട്ടാണ് എൻ്റെ കൺസെപ്റ്റ്. എങ്കിൽ ഇതടിച്ചുണ്ടാകുന്ന കിടില വരയ്ക്കും കേട്ടോ. എല്ലാവരും ഒന്നും ശ്രദ്ധിക്കാതിരിക്കത്തില്ല. അത്രയും നല്ല അട്രാക്റ്റീവ് മണമുണ്ട്. ഒരു ചെറുതേനിൻ്റെയും ഒരു ലാവണ്ടറിൻ്റെയും ഒരു നല്ല സ്മെല്ല്, ഗുഡ് സ്മെല്ലാണ് എനിക്ക് തോന്നിയത്. അത് മിനിറ്റ് കഴിയുന്നതോറും ആ സ്മെല്ല് ഇങ്ങനെ കൂടി വരുന്നതായിട്ടാണ് തോന്നുന്നത്. വളരെ യുണീക്കാണ്. സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ സെലിബ്രിറ്റി ലൈഫ് അല്ലെങ്കിൽ മോഡലിങ്, ഫാഷൻ, വളരെ റിച്ച് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുന്നവർ, അതുപോലെ തന്നെ എന്താ പറയുക ഏറ്റവും പ്രധാനപ്പെട്ട മീറ്റിംഗ്സ്, അതുപോലുള്ള ഒക്കേഷൻസിലൊക്കെ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. ഇത് നിങ്ങളുടെ സ്റ്റാറ്റസ് സിമ്പിൾ ഒന്നുമില്ല, സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടുള്ള പെർഫ്യൂമാണ്. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, ചെരുപ്പ്, ഷൂസ്, വാച്ച് എല്ലാം ഈ ഒരു പെർഫ്യൂം മാറ്ററാണ്. അപ്പോൾ ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടുള്ള പെർഫ്യൂമാണ് സെർജോഫ് നാക്സോസ്. നിങ്ങളുടെ ക്യാരക്ടർ എന്താണെന്നും നിങ്ങളുടെ ഓറ എന്താണെന്നും അത് വിളിച്ചു കാണിക്കുന്ന ഒരു പെർഫ്യൂം. എനിക്കിത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് അർഹിക്കുന്ന ഒരു പെർഫ്യൂമാണ്. ഇപ്പോൾ നമുക്കൊരു സേഫോർ മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജ് അതുപോലുള്ള സെലിബ്രിറ്റീസിനൊക്കെ, മമ്മൂട്ടി, അവർക്കൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പെർഫ്യൂമാണ് സെർജോഫ് നാക്സോസ്. വളരെ യുണീക്കാണ്. നിങ്ങൾക്ക് ഈ മണം അങ്ങനെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ലോങ്ജിവിറ്റി വരുന്നത് 8-9 മണിക്കൂറാണ്. സ്ട്രോങ് പെർഫ്യൂമാണ്, ലൈറ്റ് അല്ല, സ്ട്രോങ് പെർഫ്യൂമാണ്. സെർജോഫിന്റെ കാര്യത്തിൽ ലോങ്ജിവിറ്റി ഒരു വിഷയമല്ല. ഒരു നല്ല ലോങ്ജിവിറ്റി ഉണ്ട്, സ്ട്രോങ് പ്രൊജക്ഷൻ ഉണ്ട്. ഒരുപാട് നേരം നിൽക്കും. 8-9 മണിക്കൂർ നേരം നിൽക്കും. ആദ്യത്തെ ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷൻ. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് എന്നാലും ഒരു 2-3 ഫീറ്റ് നിൽക്കുന്നവർക്ക് അപ്പോഴും മണം കിട്ടുന്ന രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. സോ ലോങ്ജിവിറ്റി പ്രശ്നമില്ല, പ്രൊജക്ഷനും സ്ട്രോങ് ആണ്. ഇപ്പം 2 കാര്യം വളരെ സ്ട്രോങ് ആണ്. ഇനി ഇത് ഏത് കാലാവസ്ഥയിൽ ഉപയോഗിക്കണം? എൻ്റെ അഭിപ്രായത്തിൽ ഏത് കാലാവസ്ഥയിൽ യൂസ് ചെയ്യാം. സമ്മർ സീസണിൽ യൂസ് ചെയ്യാം, വിന്റർ സീസണിൽ യൂസ് ചെയ്യാം. രാവിലെ, ഉച്ചയ്ക്ക്, വെയിലത്ത് അടിച്ചിട്ടിറങ്ങാം, രാത്രി ഉപയോഗിക്കാം, വൈകുന്നേരം ഉപയോഗിക്കാം. അപ്പോൾ എനി വെതർ എനി സീസൺ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു യൂണിസെക്സ് ആണ്. 2 കൂട്ടർക്കും, ആണിനും പെണ്ണിനും ഒരുപോലെ യൂസ് ചെയ്യാം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക. പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങണം. എനിക്ക് അത്രേ പറയാം. നിങ്ങൾ ട്രൈ ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു പെർഫ്യൂം നിങ്ങളുടെ കളക്ഷനിൽ അത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് സെർജോഫ് നാക്സോസ് നിങ്ങൾ വാങ്ങണം, വാങ്ങിയേ തീരൂ. ഞാൻ എല്ലാ പെർഫ്യൂമിനും അങ്ങനെ ഫോഴ്സ് ചെയ്യാറില്ല. പക്ഷേ ഈ ഒരു പെർഫ്യൂം നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വാങ്ങണം. എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയില്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങളിത് വാങ്ങണം. അപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും കാലാവസ്ഥയും ഒന്നും വിഷയമല്ല. പക്ഷേ വിന്റർ സീസൺ ആകുമ്പം ഇത് ആ 8 മണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഒരു 14-15 മണിക്കൂറിലേക്ക് ഇത് നീണ്ടുപോകുന്ന രീതിയിലേക്ക് ലോങ്ജിവിറ്റി ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോങ്ജിവിറ്റി ഉണ്ട്, പ്രൊജക്ഷനും ഉണ്ട്. ഓഫീസിൽ യൂസ് ചെയ്യാൻ, ഇപ്പോൾ ഗവൺമെന്റ് ജോലി ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ, ഓഫീസിൽ AC ആണെങ്കിലും AC അല്ലെങ്കിലും ഈ ഒരു പെർഫ്യൂം സ്റ്റണ്ണിങ് ആയിരിക്കും അത്തരം ഒക്കേഷൻസിലൊക്കെ. അപ്പോൾ ഓഫീസിൽ യൂസ് ചെയ്യാം. കല്യാണം പോലുള്ള പരിപാടി, പാർട്ടി, ക്ലബിംഗ്, രാത്രിയുള്ള യാത്രകൾ, രാത്രിയിലെ പരിപാടികൾ, ചടങ്ങുകൾ, ഡേറ്റ് നൈറ്റ്, ഡിന്നറിന്, സിനിമയ്ക്ക് ഒക്കെ പോകുമ്പോൾ അങ്ങനെ ഏത് ഒക്കേഷൻ ഒന്നുമില്ല, ഏത് ഒക്കേഷനിൽ യൂസ് ചെയ്യാം. ഇതിൻ്റെ 10 ml ഡീക്കൻ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കമൻറ്റിൽ നമ്പർ മെൻഷൻ ചെയ്യാം. ട്രൈ ചെയ്തിട്ട് വാങ്ങുക.